കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ ബലി നൽകിയ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചതിൽ തികഞ്ഞ അനാസ്ഥ. തൃശൂർ ചാവക്കാട് വരെ മൃതദേഹം എത്തിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ. മൃതദേഹം എംബാം ചെയ്യാനും തയ്യാറായില്ല. പിന്നീടാണ് വഴിയിൽ വെച്ച് അന്വേഷിച്ച് ഫ്രീസർ സംഘടിപ്പിച്ചത്. സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ആംബുലൻസ് മാറുന്നതിന്റെ CCTV ദൃശ്യം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വെളിപ്പെടുത്തലുമായി ആംബുലൻസ് ഡ്രൈവർമാർ ലെവിൻ കെ വിജയനൊപ്പം ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ്. ലെവിൻ, ഈ ഒരു പ്രളയകാലത്ത് കേരളത്തിന്റെ ഏറ്റവും വലിയ നോവാണ് രാജേഷിന്റെ മരണം എന്നുള്ളത്. രക്ഷാപ്രവർത്തനത്തിനായി എത്തി ഒരു മരണത്തിലേക്ക് പോകുകയായിരുന്നു. നമ്മൾ ആ കുടുംബത്തിൻ്റെയൊക്കെ കണ്ണീർ കണ്ടതാണ്. എത്രമാത്രം വലിയ നോവാണ് നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ചത് എന്നും അറിയാം. പക്ഷേ ഇത് ഇപ്പോൾ വരുന്ന ഈ വിവരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് കടുത്ത അനാസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെയാണ് ഈ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ആംബുലൻസ് ഡ്രൈവർമാർ എന്താണ് വെളിപ്പെടുത്തുന്നത്? സ്വാതി, ആരെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു രക്ഷാപ്രവർത്തകനായ രാജേഷിന്റെ മരണം. ദുരന്തമുഖങ്ങളിൽ വയനാട്ടിലും മറ്റു ദുരന്തമുഖങ്ങളിലുമെല്ലാം ഓടിയെത്തി മനുഷ്യർക്ക് സഹായഹസ്തം നൽകിയ മനുഷ്യൻ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും മറ്റൊരു ജീവൻ പിടിച്ചു കയറ്റിയതിനു ശേഷം മരണത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു പോയതിന്റെ നൊമ്പരം വിട്ടുമാറാത്ത കുടുംബാംഗങ്ങളുണ്ട്, സഹപ്രവർത്തകരുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ അവരുടെ ദുഃഖത്തെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. തിരുവനന്തപുരത്ത് നേമത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ച നടപടിയിലാണ് തികഞ്ഞ അനാസ്ഥയുണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നും അക്കാര്യത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ള 2 ആംബുലൻസ് ഡ്രൈവർമാർ, തൃശൂർ ചാവക്കാട്ടെ മുഹമ്മദ് നിയാസും മുഹമ്മദ് തൻവീറും, ഈ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള. ഒരു മനുഷ്യന്റെ തന്റെ ജീവൻ ബലി നൽകിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് രക്ഷകനായി എത്തിയ മനുഷ്യനോട് നമ്മുടെ സംവിധാനങ്ങൾ കാട്ടിയ അനാസ്ഥ. അദ്ദേഹത്തിന്റെ മൃതദേഹം ലഭിക്കുന്നത് 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. ശനിയാഴ്ചയാണ് അപകടത്തിൽപ്പെട്ട അദ്ദേഹം മരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയോടുകൂടി മൃതദേഹം കിട്ടുന്നു. ആ വെള്ളത്തിൽ വീണ് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ മൃതദേഹം ആ സമയത്ത് തന്നെ വീക്കായിരുന്നു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഒരു സർക്കാർ ആംബുലൻസിൽ ചാവക്കാട് എത്തിക്കുമ്പോഴാണ് അധികൃതർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്, ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ധാരണ വരുന്നത്. പിന്നീട് വഴിയിൽ വെച്ച് മറ്റൊരു ആംബുലൻസിന് സഹായം തേടുകയും അവിടെ നിന്നും ഈ പറയുന്ന ഫ്രീസറുള്ള ആംബുലൻസ് സംഘടിപ്പിച്ച് മൃതദേഹം എത്തിക്കുകയുമായിരുന്നു. ആ ആംബുലൻസ് ഡ്രൈവർമാർ, ചാവക്കാട്ടെ 2 ആംബുലൻസ് ഡ്രൈവർമാരാണ് അതിന് സർക്കാർ സംവിധാനങ്ങൾക്ക് സഹായം നൽകിയത്. തൻവീറും നിയാസും നമ്മളോടൊപ്പം ചേരുകയാണ്. അവരാണ് ഈ സംഭവത്തെക്കുറിച്ച് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. നിയാസെ, എന്താണെന്ന് സംഭവിച്ചത്? ഈ സംഭവത്തിന്റെ ഗൗരവം ഈ വന്ന മൃതദേഹവുമായി എത്തിയ ആളുകൾക്ക് മനസ്സിലായിരുന്നില്ലേ? ഞാൻ അന്ന് വേറൊരു കേസായിട്ട് ഹയാത്ത് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു ചാവക്കാട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആംബുലൻസ് പെട്ടെന്ന് കയറി വന്ന്, ഞാൻ വിചാരിച്ച എമർജൻസി ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഡ്രൈവറുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ ആ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഫ്രീസറിൽ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നിയറസ്റ്റുള്ള ആംബുലൻസുകളൊക്കെ വിളിച്ച് കുറേ ആൾക്കാർക്ക് വിളിച്ച് അതിൻ്റെ ശേഷമാണ് തൻവീറിനെ വിളിച്ചത്. തൻവീർ വന്നു, ഫ്രീസറിലെ വണ്ടിയിട്ട് പിന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ വഴിയിൽ നിന്ന് ഇങ്ങനെ ഒരു ആംബുലൻസ് കയറ്റി മറ്റൊരു വാഹനത്തിലേക്ക് മൃതദേഹം മാറ്റാനുണ്ടായ ഒരു കാരണവും സാഹചര്യവും എന്തായിരുന്നു? രാത്രി സമയം 1:30 തോന്നുന്നില്ല. ആ ബോഡി വീക്കായിരുന്നു. അപ്പോൾ സ്മെല്ല് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്രീസറിലെ വണ്ടി വേണമെന്ന് അവർ പറഞ്ഞത്. സാധാരണ നിങ്ങൾ ഇത്തരത്തിലുള്ള മൃതദേഹങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ആളുകളാണല്ലോ. ഇത്തരം സാഹചര്യത്തിലുള്ള അല്ലെങ്കിൽ ഈ അവസ്ഥയിലുള്ള മൃതദേഹങ്ങൾ ഏത് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്? ജസ്റ്റ് എംബാമിങ് ചെയ്തിട്ട് കൊണ്ടുപോകാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിലെ വണ്ടിയിലാണ് കൊണ്ടുപോകാറ്. തൻവീറിന്റെ ആംബുലൻസിലാണ് മൃതദേഹം പന്തളം വരെ എത്തിച്ചത്. പന്തളത്ത് വരെ എത്തുന്നത് വരെയുള്ള സാഹചര്യത്തിൽ വണ്ടി ഒഴിച്ചത് തൻവീറായിരുന്നു. എന്തായിരുന്നു അവസ്ഥ എന്നൊന്ന് പറയാം? അവസ്ഥ ഫ്രീസർ വെച്ചിട്ടും സ്മെല്ല് വരേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു. അത്രക്കും വീക്കായിരുന്നു ബോഡി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പന്തളം വെച്ചിട്ട് വേറൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് അതിലേക്ക് മാറ്റി കയറ്റേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അത് ആലപ്പുഴയിൽ വെള്ളം കയറേണ്ട അടിസ്ഥാനത്തിൽ നമ്മൾ
വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അവിടുന്ന് വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് ചെയ്യും. നിങ്ങളിങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളും ഗുരുതര സാഹചര്യങ്ങളിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ആളുകൾ ഇത്തരം അനുഭവം മുൻപ് ഉണ്ടായിട്ടുണ്ട്? അതായത് ഒരു മൃതദേഹത്തോട് കാട്ടേണ്ട ഒരു ബഹുമാനം അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു അനാദരവ് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയല്ലേ തോന്നുന്നു? പിന്നെ തോന്നുന്നു ഇതുവരെയൊക്കെ ബോഡി ഇങ്ങനത്തെ ഒരു ബോഡി നമ്മൾ ഇതുവരെയൊക്കെ ഇങ്ങനെ ഒന്നും ഇല്ലാതെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവില്ല. എപ്പോഴും ഒന്നും ഫ്രീസറും പിന്നെ നിയാസ് പറഞ്ഞ പോലെ എംബാം ചെയ്തിട്ടാണ് നമുക്ക് കൊണ്ടുപോകാറ്. അങ്ങനെ കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ഈ ആലപ്പുഴ വെള്ളപ്പൊക്കമായതുകൊണ്ട് പന്തളം വഴി പോയി പന്തളത്ത് നിന്ന് മറ്റൊരു ആംബുലൻസിലാണ് മൃതദേഹം എത്തിക്കുന്നത്. അറേഞ്ച് ചെയ്ത് അവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് പറഞ്ഞിട്ട് ക്ലച്ച് നഷ്ടപ്പെടുകയായിരുന്നു. അവരോട് വണ്ടിയുള്ളിൽ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെ ആ വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റില്ല, ക്ലച്ചിന് ഇങ്ങനെ മിസ്സിങ് കാണിക്കണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചും കൂടെ ഉള്ളൂ, ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയി നമ്മുടെ വണ്ടിക്ക് ഒരു 10-15,000 രൂപയുടെ പണി കിട്ടി. വണ്ടര ക്ലച്ച് പോയി. അപ്പോൾ തന്നെ രാവിലെ 6 മണിയായിട്ടുണ്ട് പന്തളം എത്തുമ്പോൾ. ഈ നിങ്ങളുടെ ആംബുലൻസിൽ ഫ്രീസർ സംവിധാനം ഉണ്ടായിരുന്നു അതോ പകരം? ഇല്ല, ഞങ്ങൾ ഒരു 6 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഫ്രീസർ എടുത്തിട്ട് വന്നത്. നിങ്ങളാണ് 6 കിലോമീറ്റർ? ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എനിക്ക് ഒരു 4 പേര് ആ നേരത്ത് പിടിക്കാനും ആൾ വേണ്ടേ. ഒരു 1:30 സമയത്താണ് സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ പിടിക്കാനും ഇവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടാണ് അവൻ പോയിട്ട് ഫ്രീസർ കയറ്റിട്ട് വന്നത്. ഇപ്പോൾ പന്തളത്തുനിന്ന് ഇതേമാതിരി വണ്ടി മിസ്സായിട്ടും ഇങ്ങനെ കംപ്ലൈൻ്റ് ആയതിൻ്റെ ശേഷം ഞാൻ തന്നെയാണ് വണ്ടി അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അവർ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 4-5 ആംബുലൻസുകളെ വിളിച്ച് 6 മണി നേരം രാവിലെയാണ് അവർ വന്നപ്പോൾ ഈ ബോഡി അത്യാവശ്യം വീതി ഉണ്ട്. വെള്ളം കുടിച്ചതിൻ്റെ ഇതിൽ ഓൾറെഡി നല്ല തടിയുണ്ട് ആള്. അങ്ങനെ ചെറിയ ഫ്രീസറിലാണ് ആദ്യം വന്നത്. അപ്പോൾ അതിൽ കയറ്റാൻ പറ്റാണ്ടായപ്പോൾ നമ്മുടെ ഫ്രീസർ അടക്കം ആ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടാണ് ബോഡി നമ്മൾ അങ്ങോട്ട് അയച്ചത്. യഥാർത്ഥത്തിൽ ആ ബോഡി കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ ഈ ഫ്രീസർ സംവിധാനം ഒരുക്കേണ്ടതല്ലേ? അത് മാത്രമല്ല ബോഡി എംബാം ചെയ്തല്ലേ സാധാരണ ഇങ്ങനെ കൊണ്ടുപോകാറുള്ളത്? പൊതുവെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ വണ്ടിയിലൊന്നും ഫ്രീസർ ഉണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചാവക്കാട് ഹോസ്പിറ്റലിൽ നിന്നും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ കേസ് എടുക്കണമാണ്. നമ്മളിപ്പോൾ ദൂരം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും ഫ്രീസറിലെ വണ്ടിയിൽ കൊണ്ടുപോകാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എംബാമിങ് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറ്. ഇതിൻ്റെ ശേഷം മൃതദേഹം എത്തിക്കാൻ നടപടി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പണം തന്നത് ആരാണെന്ന്? എനിക്ക് ആ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ് ഗൂഗിൾ പേ ചെയ്തത്. കുറച്ച് പൈസ ഗൂഗിൾ പേ, പിന്നെ ബാക്കി ആൾ കയ്യിലാണ് തന്നത്. നേരിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആരാണ് എന്താന്നുള്ളതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പണം തന്നത് ആംബുലൻസിന്റെ ഡ്രൈവറാണ് എനിക്ക് അയച്ചത്. ആളാണ് ആരായിട്ടോ ഫോണിൽ വിളിച്ചിട്ട് ആളാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. എല്ലാം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് എന്താണ് സംഭവിച്ചത്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഇങ്ങനെ അതിനെ പറ്റിയിട്ട് അറിയാൻ നമ്മളായാലും ഇപ്പോൾ ഫ്രീസറില്ലാണ്ട് നമുക്കിത് എടുക്കാൻ പറ്റില്ല. കാരണം അത്രക്കും വീക്കാവും. ഇത്ര ദൂരം കണ്ണൂരിൽ നിന്നൊക്കെ തിരുവനന്തപുരം പറഞ്ഞാൽ എന്തായാലും ഫ്രീസർ വേണം, നിർബന്ധമാണ്. അല്ലാതൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. സ്വാതി, സമയോചിതമായ ഇടപെടൽ ആണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ആ അനാസ്ഥയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കങ്ങളൊന്നുമില്ല. ആർ രാജേഷിനെ കുറിച്ച് നമുക്ക് പറയാതെ തന്നെ മലയാളികൾക്ക് അറിയാം. അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇപ്പോൾ ദുഃഖാർത്തരായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്. സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതി നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ തയ്യാറായത്. കുടുംബാംഗത്തിനുള്ള സഹായം മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം വാഗ്ദാനം ചെയ്തിരുന്നു. അത്തരം ബഹുമതി നൽകിയ ഒരു മനുഷ്യനോടുള്ള അവഗണനയുടെയും അനാസ്ഥയുടേതുമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ കഴിയുന്നത്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് രാജേഷ് വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നത്. തേജസ്വിനി പുഴയിലാണ് അദ്ദേഹം മുങ്ങി മരിക്കുന്നത്. ഏത് കുത്തൊഴുക്കിലും പിടിച്ചു നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ ദുരന്തമുഖങ്ങളിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രളയഘട്ടങ്ങളിലെല്ലാം സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലെത്തി രാജേഷ് രക്ഷാപ്രവർത്തനം നടത്തി. ഏറ്റവും ഒടുവിൽ ബെന്നി എന്ന് പറയുന്ന കർഷകനെ ഈ പുഴയിൽ മുങ്ങിത്താഴുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കയറിയ പ്രദേശത്ത് നിന്നും വടം കെട്ടി രക്ഷപ്പെടുത്തി തൻ്റെ ലൈഫ് ജാക്കറ്റ് ഊരി അദ്ദേഹത്തിന് കൈമാറിയതിനു ശേഷം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന രാജേഷിൻ്റെ മരണം എല്ലാവർക്കും ഒരു നൊമ്പരമാണ്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ട ഒരു കുടുംബത്തോടുള്ള അനാസ്ഥയാണ്, ആ സാഹചര്യങ്ങളോടുള്ള അനാസ്ഥയാണ്. ഏതായാലും സ്വാതി, നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഇത്തരമൊരു വാർത്ത പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾക്ക്, നമ്മുടെ മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കുണ്ടായ അനാസ്ഥ അത് തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണ്. ഒപ്പം രാജേഷ് എന്ന മനുഷ്യനോടുണ്ടായിട്ടുള്ള അവഗണന അത് ചർച്ചയാക്കേണ്ടതും തന്നെയാണ്. ഏതായാലും സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ബന്ധപ്പെട്ട വിഷയത്തിൽ ഉത്തരവാദിപ്പെട്ട ആളുകൾക്കെതിരെയായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്വാതി.
ലെവിൻ, അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ രാജേഷിന്റെ ഈ വിഷയത്തോട് കൂടിയിട്ട്, ഇല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വരുന്നതോട് കൂടിയിട്ട് പൊതുവായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ആ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിലെ ആംബുലൻസുകളിൽ ഫ്രീസർ സംവിധാനം സാധാരണയായി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ദൂരയാത്രയാണെങ്കിൽ ഇവരാണ് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ഫ്രീസർ വേണം എന്നുള്ളതാണ്. എന്തായാലും മൃതദേഹത്തോടുള്ള വലിയ അനാദരവ് തന്നെ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മൃതദേഹം അവരവരുടെ നാടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ വലിയ തരത്തിലുള്ള വീഴ്ച ഉണ്ടാകുന്നു. ഇപ്പോൾ രാജേഷിന്റെ കാര്യമാണെങ്കിൽ തന്നെ സർക്കാർ അടക്കം വലിയ തരത്തിൽ എല്ലാവരും രാജേഷിന്റെ മൃതദേഹത്തിനോട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആദരവ് ചെയ്യുക എന്നുള്ളതാണ്. ബഹുമതിയെല്ലാം നൽകിയാണ് സംസ്കാരം അടക്കം നടത്തിയത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു വീഴ്ച ഉണ്ടായി എന്നുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അന്വേഷണത്തിലേക്കൊക്കെ പോകുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണമൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി ഇതൊരു പൊതുവായ വിഷയം എന്നുള്ള രീതിയിൽ ഇനി ഏത് രീതിയിലാകും സർക്കാർ ഏറ്റെടുക്കുക?